കണ്ണുകളിൽ കറണ്ട് ജ്വലിക്കുക. കൈ ചുരുട്ടി അവന്റെ തലമണ്ടയ്ക്ക് ഒരൊറ്റ അടി. എവിടുന്ന് വന്നതാണെന്നൊന്നും അറിയില്ല. നീ അതാരായിരുന്നു? വിഘ്നേശ്വര, എല്ലാവരും എന്നെ ഒരു ഹീറോ ആയിട്ടാ കാണുന്നത്. കുറച്ചുപേര് പ്രശംസിക്കുമ്പോൾ ചീത്ത പറയുന്നവരുണ്ട്. ചീത്ത പറയുന്നവരെ കൂടുതലും. എനിക്ക് എന്തിനാ ഇത്രയും കഴിവുകൾ തന്നത്? കുറച്ച് നീ അങ്ങ് എടുത്തോ. എനിക്കതിന് പകരമായിട്ടേ ഒരു 100 കോടി രൂപ തന്നാ മതി. എനിക്കൊരു TV വാങ്ങിക്കാനാ. TV എന്ന് പറഞ്ഞാൽ വെറും TV ഒന്നും അല്ല, മാ TV ചാനൽ വാങ്ങുന്ന കാര്യം. ഗുഡ് മോർണിംഗ് ബാലു. ഗുഡ് മോർണിംഗ്. ഹായ് പപ്പൻ. ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ് ആവരുത്. അകത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, സുദർശൻ സാർ. ഗുഡ് മോർണിംഗ് സർ. നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് നമ്മുടേത്. ശരിക്കും ഡിഫറന്റ് ആയ പ്രോഗ്രാംസ് ചെയ്താലേ ചാനലിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാതെ പേഴ്സണൽ ആക്ടിവിറ്റീസുമായി നടന്നാൽ ചാനലിന്റെ പേര് സ്പോയിൽ ആവുകയുള്ളൂ. മേഡത്തിന്റെ ഫോണാണെന്ന് തോന്നല്ലോ സർ. ഹലോ സുജാത. ശരി, ഞാൻ ടൈലർ ഷോപ്പിൽ പോയി തുണി വാങ്ങിയിട്ട് വന്നോളാം. ഇല്ലെന്നേ, താഴെ മഞ്ഞ ബോർഡറും 2 പൂക്കളും അല്ലേ? ശരി. സോ ഈ മാതിരി പേഴ്സണൽ പണികളൊന്നും പാടില്ല. പാചകം ചെയ്യലും പാത്രം കഴുകലും ഒരിക്കലും ചെയ്യില്ല സർ. ചെയ്തെടുത്തിട്ട് കൊടുക്കാം സർ. കഴിയുമെങ്കിൽ തല്ലിക്കൊല്ലാം സർ. സർ, ആ ട്രാവൽ പ്രോഗ്രാം എനിക്ക് എന്നാ കുളുമണാലി പോയി ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടുവരാം സർ. നോ. ക്രൈം സൈഡിൽ നിൽക്കുന്നവർ ക്രൈം പ്രോഗ്രാം ചെയ്താൽ മതി. ഡിവോഷൻ ചെയ്യാൻ പോയി എനിക്ക് വെറുതെ ഇമോഷൻ തരണ്ട. എന്നാ വേണ്ട സർ. താഴെ യെല്ലോ ബോർഡർ, മുകളിൽ ഞാൻ നോക്കിക്കോളാം. മോച്ചല്ലേ. നിന്റെ നാട് എവിടെന്നാ പറഞ്ഞേ? കണ്ണൂർ സർ. മനസ്സിലായി. ചുമ്മാതാണോടാ നീ അഭ്യാസമൊക്കെ കാണിക്കുന്നത്? എന്തിനാടാ മോൻ എന്റെ വീക്ക്നെസ് തൊട്ട് കളിക്കുന്ന? പോ ബാലു. അമ്മാവാ. ആ ചന്ദ്രമ സാർ അവിടെ ആകെ ചൂടായി നിൽക്കുക. എവിടെയായിരുന്നു നീ? അയാൾ ചൂടാവുന്ന പോലെ ഇയാളും ചൂടാതെ എങ്ങനെ? അത് ആന, ഇത് പിണ്ടം. ശമ്പളത്തിന്റെ വേരിയേഷൻ അനുസരിച്ച് വേണം ചൂടാവാൻ. ചന്ദ്രമോഹൻ സർ. ഗുഡ് മോർണിംഗ് സർ. സിറ്റിയിലെ ഗുണ്ടായുസത്തെ കുറിച്ചുള്ള ആ പ്രോഗ്രാം റെഡിയായോ? വൈകിട്ട് 5 മണിക്കുമ്പോ ആ പ്രോഗ്രാം ടേപ്പ് സാറിന്റെ ടേബിളിൽ ഉണ്ടാവും. അതിനിത്ര സീരിയസ് ആകുന്ന എന്തിനാ? സീരിയസ് ആയതല്ല സർ, സിൻസിയറിറ്റി ആൻഡ് ഡിസിപ്ലിൻ. വലിയൊരു ഡിസിപ്ലിൻ കാരൻ വന്നിരിക്കുന്നു. സ്വന്തം നത്തെ അച്ഛാന്ന് വിളിക്കാൻ വയ്യ. ചന്ദ്രമോഹൻ സാറേന്നു. മുട്ട എന്നോടാ. പാല് കുടിച്ചില്ലേ? ദൈവത്തിനോട് 100 കോടി ചോദിച്ചോ? ചോദിക്കൂടാ. നീ അതല്ല, അതിനപ്പുറവും ചോദിക്കും. വീട്ടിലിരുന്ന വെർമൂടെ അണ്ടർവെയറും വരെ ലോണ്ടറിക്ക് കൊടുക്കാതെ ബാത്റൂമിൽ അടിച്ചിട്ട് പോകുന്ന നീയല്ലേ ഇനി ചാനൽ വാങ്ങാൻ പോകും? അച്ഛൻ മകനെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ ഇതേ നിലപാടിലായിരിക്കും മുന്നോട്ട് പോവുക. ഇത് രണ്ടിൽ ഏത് വേണമെന്ന് സാറിനെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഞാൻ പോയി പ്രോഗ്രാം കവർ ചെയ്യട്ടെ. നമ്മുടെ ആൾക്കാരെ ഒരുത്തുമെന്ന് അടിച്ചെന്നാ. നോക്ക്, നീ ആരാണെന്ന് എനിക്കറിയില്ല, ഇവനാരാണെന്നും എനിക്കറിയില്ല. എന്നാൽ ആരെയായാലും കൊല്ലുന്നത് തെറ്റ് തന്നെയാ. എന്നാ നീ ചാകും. ഇല്ല, ഇവിടെ ഇപ്പൊ ചാവാൻ പോകുന്ന നീയാ. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്ന നിനക്ക് നല്ലത്.
വെട്ടിക്കൊല്ലടാ ഇവന്മാരെ രണ്ടിനെയും. അരിഞ്ഞു തൊക. എടാ നീ അടിച്ചത് ആരെന്നറിയാമോ? തമ്പിതുരയുടെ മോനെ. തമ്പിതുര ആരെന്നറിയാമോ? പൊന്നുസ്വാമി ആരാന്ന് എനിക്കറിയാം. അവര് നിന്നെ വെറുതെ വിടുവോടാ? വെട്ടി തുണ്ടം തുണ്ടമാക്കും. ക്രൈം ന്യൂസ് കവർ ചെയ്യാൻ പോയിട്ട് നീ തന്നെ ക്രൈം ചെയ്താൽ എങ്ങനെയാ? മോനേടാ നീ എങ്ങോട്ടെങ്കിലും പോടാ. ഇവിടെ ഞാനിപ്പോ എങ്ങോട്ട് പോകാനാ? എവിടെങ്കിലും പോയി രക്ഷപ്പെടാ. ഇവിടെ നിന്ന് അപകടമാണ്. സർ, ആ ട്രാവൽ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് വരട്ടെ സർ? അതിന് വേറെ യൂണിറ്റ് അല്ലേ പോകുന്നത്? ആ യൂണിറ്റിന് പകരം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നാൽ പോരെ സർ? സർ പ്ലീസ്, സർ പ്ലീസ്. നിന്നെ ഇനി അങ്ങോട്ട് വിശ്വസിച്ച് വിടുന്ന എങ്ങനെയാ? പക്ഷെ നിന്റെ അച്ഛന്റെ വിഷമം കാണുമ്പോഴാ. ആ ചെല്ല് ചെല്ല്. ടിവിയിൽ ജോലി ചെയ്യുന്നവനാ. അവന്മാർ ഇങ്ങോട്ടെങ്ങനെ വരികയാണെങ്കിൽ ഇതെന്റെ അച്ഛനാണെന്ന കാര്യം നിങ്ങൾ ആരും പറഞ്ഞേക്കരുത്, ഓക്കെ? സർ എന്താണ് സർ? ബാലഗോപാല് അവനെന്തോ പ്രശ്നം ഉണ്ടാക്കി സർ. അതുവഴി തന്നെ ഓടിപ്പോയി കാണും സർ. ഓടിപ്പോനാ? എനിക്കൊന്നും അറിയില്ല സർ. அந்த பாலகோபாலுடைய கை காலு தலை எனக்கு தேவை. അവൻ എപ്പോ വന്നാലും ഞാൻ പറയാം സർ. அவனுடைய ஃபேமிலி எங்க? അവൻ ബാച്ചിലറാ. വേറെ ആരും അവനില്ല സർ. അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും അവന് പോകാലോ സർ. എങ്ക പോനാലും വിടക്കൂടാതെ അവനെ. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഹോൾ സിറ്റി തേടി പുടുങ്ങട അവനെ. വിടക്കൂടാതെ. ഒന്ന് വേഗം വാ. ഇതാണോ അളിയാ കുളുമണാലി? അടിപൊളിയായിട്ടുണ്ട്. രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ഇല്ലെങ്കിൽ ആ പാണ്ടികളെല്ലാം കൂടി ബാലഗോപാലിനെ ശരിക്കും എണ്ണ തേപ്പിച്ചേനെ. ഓ, എല്ലാവളും ഒരു ആകെ മൂടി പൊത്തി ശവപ്പെട്ടി കിടക്കുന്ന കിടപ്പുണ്ട്. ദർശന സുഖം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടമാ. എന്റെ മാനേജർ സാറേ, ആ പെൺകുട്ടികളെ ഒന്ന് വിളിക്കേ. മക്കളെ എണ്ണിക്കടി. ഒരാളെ പുറത്ത് ഒരാൾ ഇങ്ങനെ കാല് വെച്ച് വെച്ച് കിടക്കാതെ. അങ്ങനെയാണോ കിടക്കുന്നത്? എന്റെ അമ്മച്ചിയെ. മേക്കപ്പ് മതി, ഒന്ന് വേഗം ആവട്ടെ. ദാ കഴിഞ്ഞളിയാ ഈ മണാലിയുടെ ഗ്ലാമറായിട്ടൊന്ന് പിടിച്ചേക്കണ്ടേ? ബാല ബാല, അവിടെ കുറെ ആൾക്കാരുണ്ട്, നോക്കി. ആ
ഹലോ. ഓ മാതാജിയേ, ദേ കുറേ പിള്ളേര് വന്നേക്കണ്. സ്വീറ്റ് വോയിസ്. താങ്ക് യു. आप कौन है बेटा, क्या चाहिए? നമസ്കാരം അമ്മേ. എന്റെ പേര് ബാലഗോപാൽ എന്നാ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. ആണോ? ആ അമ്മേ, അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സന്യാസിനികളാ. ഇതൊക്കെ കണ്ടില്ലേ? മാതാ ശിവാനി. മാതാജി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ട്രാവൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന. അമ്മയുടെ പേര്? എന്റെ പേര് രാമപ്രഭ. ഞാൻ മാതാ ശിവാനി ജി. ഓ. ഇത് രാധാമണി, തന്നെ റാണി. വി ഓൾ ഫ്രം ഇന്ത്യ. ഓക്കെ. അമ്മ, ആ സന്യാസിനിയുടെ പേര്? വൈശാലി. നാടോ? ബംഗാളിയാ. ബംഗാളിയാ? അല്ല, മലയാളം അറിയില്ലേ? നിനക്ക് ബംഗാളി അറിയോ? എനിക്കറിയില്ല. അതുപോലെ അവൾക്ക് മലയാളവും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിലോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. വരട്ടെ. ബൈ. മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ട സന്യാസിനിയാണെന്ന് പറയില്ല. കാര്യം സന്യാസിനിയാണെങ്കിലും കൊള്ളാം. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ആ ഗയാ ഹമാരാ മണ. ഇതെന്തോന്ന് ബാലയോ? ഹര 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 ഉടുംബാശങ്കർ. ഇവര് രാജശില്പിയിലെ മോഹൻലാലിന്റെ ഫാനാന്ന് തോന്നുന്നു. ഇന്റർവ്യൂ ചെയ്യാം. നമസ്കാരം. അരെയോ हम माँ टीवी से आया, आप मोहनलाल जानते? ഏ മോഹൻലാൽ കോനെ? अयो ആ, മലയാളം? ഐ നോ മലയാളം ഫ്രം स्वामी जी. ഐ നോ ഓൾ സ്റ്റാർ ബട്ട് ഐ ഡോണ്ട് നോ സൂപ്പർ സ്റ്റാർ. മോഹൻലാലിന്റെ ചെറുപ്പത്തിൽ ഇയാൾ സന്യാസിയായിരിക്കും. स्वामी जी आपका സ്വാമിയുടെ പേരെന്താ? സ്വാമിജി, സ്വാമിജി, ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ വേണം. താങ്കൾ സന്യാസിയെ മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇരിക്കി റെഡി സ്വാമി. എന്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്. രാമായണം, മഹാഭാരതം ഒന്നും അടുത്ത് നിൽക്കില്ല. ഷോക്കുകൾ, ഫൈറ്റുകൾ, ട്വിസ്റ്റുകൾ, അടിക്കും മീതെ അടികൾ. ഓരോ സീനിനും ക്ലൈമാക്സ് വരെ ഉണ്ട്. എന്നാ പറ സ്വാമിജി. സ്വാമി, പറ. ക്യാമറ ഓഫ് ചെയ്യടാ. എന്താ സ്വാമി? 1000 റുപ്പീസ് എടുക്ക. കൊടുക്ക് സാർ. സ്വാമി പറയട്ടെ. സ്വാമി സ്വീകരിച്ചാട്ടെ. 1996 ഞാൻ അന്നൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ലവ് മാരേജ്. തങ്കം പോലത്തെ ഭാര്യ. വൺ ഫൈൻ മോർണിംഗ് അതെന്തോന്നാ സ്വാമി? ജോഗിങ്ങിന് പോയതാ.